ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത്. കുപ്പീൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അടപ്പിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്കും കൂടെ വേണം. ഈ ഒരു സ്റ്റിക്ക് നമുക്കിതിൻ്റെ ഈ ഒരു ഹോൾ ഇട്ട് കൊടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ ഒന്ന് കടത്തി വിട്ട് കൊടുക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു സ്പൂണാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ പാത്രത്തിലേക്ക് ഇങ്ങനെ സ്പൂൺ ഇടുന്നവർക്ക് ഇങ്ങനെ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിപ്പമുള്ള നീളമുള്ള സ്പൂണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നല്ല ഭംഗിയിലേ കാണാനായിട്ട് അല്ലേ. ഉപ്പിൽ പഞ്ചസാരയിലൊക്കെ ഇതിങ്ങനെ ഇട്ടെടുത്താൽ മതി കേട്ടോ. വേഗത്തിൽ തന്നെ നമുക്ക് കോരിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു സിമ്പിളായിട്ടുള്ള കുഞ്ഞു ടിപ്പൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഉപ്പിൽ പഞ്ചസാരയിലൊക്കെ ഈ ഒരു സ്പൂൺ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും അതിൽ ഈർപ്പം ഉണ്ടാവില്ല. എന്തെങ്കിലും ഈർപ്പുണ്ടെങ്കിൽ ഈ ഒരു സ്പൂണിൻ്റെ ഈ ഒരു ഭാഗം വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു മുളകും പൊടി ഇട്ട് വെക്കുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക്, മല്ലി, മഞ്ഞളൊക്കെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അര ടേബിൾ സ്പൂൺ എടുക്കുന്ന സമയത്ത് ടേബിൾ സ്പൂണ് കണക്കായിട്ട് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് അളവ് റെഡി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി. നമുക്ക് അളവ് കൂടുതലും കുറയൊന്നുമില്ല, നല്ല രീതിയിൽ അളവ് റെഡി ആയിട്ടിരിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് ലൂസായി പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അടപ്പൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കൂ. വേഗത്തിൽ തന്നെ എത്ര ലൂസുള്ള അടപ്പായാലും വേഗത്തിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും. അതുപോലെ നമ്മളിങ്ങനെ ഈ ഒരു നടുക്ക് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് നമ്മൾ മുളക്, മല്ലിയൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അളവ് റെഡിയായി കിട്ടാനായിട്ട് പറ്റും. ഇതേപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒന്നിങ്ങനെ തുടച്ചെടുത്താൽ മതി ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ മുകളിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കറിവേപ്പില, മല്ലിയില, പുതിനയിലൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ എനിക്കിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള നല്ല കറിവേപ്പില കേട്ടോ. ഒന്നും ഒരു കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കറിവേപ്പിലയാണ്, ഫ്രഷ് ആയിട്ടുള്ള. അപ്പോൾ അത് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കറിവേപ്പില നമുക്ക് കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില അതേപോലെ തണ്ടിൽ നിന്നും ചെറിയ ചെറിയ കമ്പുകളാക്കിയിട്ട് ഇതേപോലെ ഒന്ന് അടക്കി പെറുക്കി ഇതേപോലെ ഒന്ന് അടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഈ ഒരു കറിവേപ്പിലേൻ്റെ തണ്ട് ഭാഗം വെള്ളത്തിൽ കുത്തി നിൽക്കാൻ പാകത്തിന് ഇതേപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിവേപ്പിലേക്ക് ചെറുതായിട്ടൊരു നനവ് വേണം. എന്നാലേ നമുക്ക് ഈ ഒരു കറിവേപ്പില വാടി പോവാതെ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഇതേപോലെ ഇട്ട് വെക്കുന്ന സമയത്ത് കുറേ കാലം നമുക്ക് ഈ ഒരു കറിവേപ്പില ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരിക്കലും ഇത് ചീത്തയായി ചീഞ്ഞ് പോവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറേ കാലം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ആഴ്ചകളോളം നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും കറിവേപ്പില. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ടൊരു പാത്രത്തിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ടിപ്പിനായിട്ട്. ഈ ഒരു അടപ്പിലോട്ടേക്ക് ഞാൻ ഒരു 2-3 റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരേ ലെവലിലിടാതെ ഇതേപോലെ ഇങ്ങനെ തലങ്ങും വിലങ്ങായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. ഒരു 2-3 എണ്ണം 3-4 അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ പാത്രത്തിൻ്റെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പൊട്ടിപ്പോയ പാത്രമാണെങ്കിൽ അതിൻ്റെ അടപ്പുണ്ടാവുമല്ലോ, ആ ഒരു അടപ്പ് എടുത്താൽ മതി കേട്ടോ ഈ ഒരു ടിപ്പിന്. എന്നിട്ട് ഈ ഒരു അടുപ്പിൻ്റെ മുകളിൽ ഈ റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ മുകളിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സോപ്പ് വിംബാറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിൽ സിങ്കിൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ സോപ്പൊക്കെ വെക്കുന്ന സമയത്ത് ആ ഒരു സോപ്പിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ പാത്രം കഴുകുന്ന സമയത്ത് വെള്ളമൊക്കെ വീണിട്ട് ഒരു ഭയങ്കര ബാഡ് സ്മെല്ലുണ്ടാവും. അതുമാത്രമല്ല ഈ ഒരു സോപ്പ് വേഗത്തിൽ തന്നെ അലിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ വെള്ളം നിൽക്കില്ല, സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകില്ല. നല്ല രീതിയിൽ തന്നെ കുറേ കാലം നമുക്ക് സോപ്പ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ.
ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ചെറുനാരങ്ങ വേണമല്ലോ, നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം അടിക്കാനും ഫ്രഷ് ലൈമിനൊക്കെ ചെറുനാരങ്ങ വേണമല്ലോ. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ കുറേയൊക്കെ വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങ ഞാൻ കുറച്ചിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറുനാരങ്ങ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനുള്ള, കേടുകൂടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ്. ഞാനിതൊരു ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇതേപോലെ നാരങ്ങ എത്രത്തോളമാണോ അതിൽ ഇട്ട് കൊടുക്കാൻ പറ്റുക അത്രത്തോളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു നാരങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം നാരങ്ങേൻ്റെ ആ ഒരു മുകൾ ഭാഗം വരെ വെള്ളം നിൽക്കണം. ആ ഒരു രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടപ്പ് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കട്ടോ. ഇതേ രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിൽ നാരങ്ങ വെക്കുന്ന സമയത്ത് കുറേ കാലം നമുക്ക് കേടുകൂടാതെ ഈ ഒരു ലെമൺ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ കുറേയൊക്കെ നമ്മൾ ലെമൺ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ ആ ഒരു ജ്യൂസൊക്കെ കിട്ടാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഹാർഡായി പോവില്ല കേട്ടോ. നമ്മൾ എത്ര ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്ന സമയത്തും വേഗത്തിൽ തന്നെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഉണങ്ങിയതുപോലെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, വെള്ളത്തിലാണല്ലോ അത് കിടക്കുന്നത്. അപ്പം വേഗത്തിൽ തന്നെ നമുക്ക് കുറേയേറെ ജ്യൂസ് കിട്ടാനും പറ്റും ചെയ്യും. അതുമാത്രമല്ല കേടായി പോവില്ല കേട്ടോ. അതുപോലെ തന്നെ നാരങ്ങ കേടാകാതിരിക്കാനുള്ള അടുത്ത ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്ന ഒരു ടിപ്പ് കാണിച്ചു. ഇനി അടുത്ത ടിപ്പാട്ടോ. ഈ ഒരു ടിപ്പിനായിട്ട് ഇതാ കുറച്ച് പേപ്പറിൻ്റെ പീസ് ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നാരങ്ങ ഓരോ പീസ് പേപ്പർ എടുത്തിട്ട് അതിലിങ്ങനെ പൊതിഞ്ഞ് കൊടുക്കട്ടോ. ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുക. ഈ നാരങ്ങനെ പുറത്തോട്ടേക്ക് കാണാത്ത വിധം ഇതേപോലെ ഈ ഒരു പേപ്പറിൽ, ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്താലും മതി കേട്ടോ. ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു കണ്ടെയ്നറിൽ ഇതേപോലെ ഇട്ട് വെക്കട്ടോ. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതേപോലെ ഇട്ടെടുത്താൽ മതി. അങ്ങനെ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്തും ഒരുപാട് കാലം നമുക്ക് ഈ ഒരു ലെമൺ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വാടിപ്പോവേ ചീഞ്ഞു പോവേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരുപാട് കാലം നമുക്ക് ഈ ഒരു ലെമൺ ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. ലെമണിന് ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും അത്യാവശ്യമുള്ള സമയമാണ്. നോമ്പിന് ജ്യൂസ് അടിക്കാനും അതേപോലെ എന്തെങ്കിലും ഒക്കെ നമുക്ക് ലെമൺ വേണമല്ലോ. അപ്പോൾ ഇതേപോലെ ലെമൺ കൂടുതലായിട്ട് വാങ്ങി വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് നോക്കൂ. കുറേ കാലം കേടുകൂടാതെ നമുക്ക് ആവശ്യാനുസരണം ലെമൺ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു 2 ടിപ്പ് ലെമൺ വെച്ച് ഞാൻ കാണിച്ചതിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ദാരീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചെറിയ കുഞ്ഞു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലേറ്റിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ വളരെ കുറച്ച് മാത്രം ഞാൻ ഇതിലോട്ടേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് നമ്മൾ ലെമണൊക്കെ പിഴിഞ്ഞതിൻ്റെ ആ ഒരു ബാക്കി തുണ്ടുണ്ടാവുമല്ലോ, ആ ഒരു തുണ്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണ്ട് ഈ ഒരു ഉപ്പിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് മുക്കി കൊടുക്കാം കേട്ടോ, ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലെമണിൻ്റെ തുണ്ട് എടുത്തിട്ട് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടോ നമ്മുടെ കയ്യിലൊക്കെ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മൃദുത്വം ഉണ്ടാവും കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. ഈ ലെമണിൻ്റെ ജ്യൂസ് നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിന് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നഖത്തിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ചിലരുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ചെളിയും കറയും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കറയും അതേപോലെ ചെളിയും എല്ലാം പോയി കിട്ടാൻ ഇതേപോലെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഉള്ള ചെളികളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഉപ്പ് തേച്ചതിന് ശേഷം നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ നഖങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ നഖത്തിനൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല പ്യുവർ വൈറ്റ് കളർ കിട്ടാനായിട്ട് പറ്റും ചെയ്യും. ആ ഒരു അഴുക്കോ അല്ലെങ്കിൽ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലുള്ള എന്തൊരു കറയും എല്ലാം നമുക്ക് വേഗത്തിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. പിന്നെ നമ്മുടെ കൈക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ. അതേപോലെ നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത്, അപ്പോൾ നമ്മളിപ്പോൾ ധാരാളം ലെമണൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു തുണ്ട് ഒഴിവാക്കി കളയണ്ട. ഈ ഒരു തുണ്ടിലും ഒരുപാട് ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ പല്ലിനും നല്ലത് തന്നെയാണ്. പല്ല് മഞ്ഞക്കറയുള്ള പല്ലൊക്കെ ഈ ഒരു ലെമണിൻ്റെ ഇത് ഉപ്പ് വെച്ചിട്ട് ഇങ്ങനെ
തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പല്ലും നഖവും ഒക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക്. ചില സമയത്ത് നമ്മൾ എത്ര കഴുകിയാലും ഭയങ്കര ഒരു മങ്ങലായിരിക്കും സിങ്കിന്. ഇപ്പം നമ്മൾ ഒരുപാട് മെഴുക്കുള്ളതൊക്കെ കഴുകുന്ന സമയത്ത് എന്തായാലും ഒരു മങ്ങലുണ്ടാവും സിങ്കിന്. അപ്പോൾ നമുക്ക് ആ ഒരു മങ്ങിയിട്ടുള്ള സിങ്ക് നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ളതാവാൻ വേണ്ടിയിട്ടും ഇതേപോലെ നാരങ്ങൻ്റെ തുണ്ടെടുക്കുക. എന്നിട്ട് അതിൽ ഉപ്പിൽ കുറച്ചൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ സിങ്കൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ സിങ്കൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന സിങ്കായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കുഴൽക്കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ കുത്തുകളൊക്കെ ഈ ഒരു സിങ്കിലുണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര സോപ്പിട്ട് തേച്ച് കഴുകിയാലും ആ ഒരു വെള്ളത്തിൻ്റെ കുത്തോ കറയോ പാടൊന്നും പോവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലെമണിൻ്റെ ജ്യൂസ് വെച്ച് ഉപ്പും വെച്ചിട്ട് ഇതേപോലെ ഉരച്ചെടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു കറയെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മുടെ ഇതേപോലെ വെജിറ്റബിളൊക്കെ ചോപ്പ് ചെയ്യുന്ന ഇതേപോലത്തെ ഉണ്ടാവുമല്ലോ, ഗ്രേറ്റർ ഉണ്ടാവുമല്ലോ. ഈ ഒരു ഗ്രേറ്ററിൻ്റെ മുകളിലും ഇതേപോലെ കറയുണ്ടാവും കുറേ കഴിയുന്ന സമയത്ത്. പഴക്കമുള്ള ഗ്രേറ്ററൊക്കെ ആകുമ്പം എന്തായാലും അതിൻ്റെ മുകളിലൊക്കെ കറയുണ്ടാവും. നമ്മൾ ഉപ്പേരിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതല്ലേ, ആ ഒരു ഉപ്പേരി കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു കറ പോവാനും അതേപോലെ ഈ ഒരു എത്ര പഴകിയ ഗ്രേറ്റർ ആയാലും ഇത് നല്ല രീതിയിൽ തന്നെ പുതുപുത്തനാവാനും വേണ്ടിയിട്ട് ഇതേപോലെ ആ ഒരു ലെമണിൻ്റെ തുണ്ടും ഉപ്പും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി. എന്നിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി നോക്കൂ. നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിലുള്ള കറയും കുത്തും പാടും ഒക്കെ പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ ഇതേപോലെ നമ്മൾ ഉരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഉപ്പിൻ്റെ അംശം ഇതിലുള്ളത് കൊണ്ടിട്ട് ഇതിൽ ചെറിയ തരം പ്രാണികളോ ഈച്ചേ കൊത്തലങ്ങ അങ്ങനെ ഒന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി ഇന്നത്തെ ലെമൺ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ കത്തിയും കത്രികയും എല്ലാം ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും അല്ലേ. ഒരു വീട്ടിൽ ഒരു കത്തിയും കത്രികയെങ്കിലും ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ കത്രികയൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കട്ടോ. കത്തിയായാലും കത്രികയായാലും എല്ലാം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലെമണിൻ്റെ തുണ്ടെടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കത്തിൻ്റെയും അതേപോലെ കത്രികൻ്റെയൊക്കെ മുകളിൽ ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള എന്ത് പറ്റി പിടിച്ചിട്ടുള്ള കറകളായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലെമൺ ജ്യൂസിൽ ഒരുപാട് ആസിഡൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് ലെമണിൻ്റെ തുണ്ട് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒരുപാട് ലെമണൊക്കെ പിഴിയുന്നവരാണെങ്കിൽ ഈ ഒരു തുണ്ട് എടുത്ത് വെക്കുക. എടുത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഓരോ ടിപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് തുണ്ടുകൾ ഒരു പാത്രത്തിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലെമണിൻ്റെ തുണ്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തു. പിന്നെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ലെമണിൻ്റെ തുണ്ടൊക്കെ ഇതിൽ കിടന്നിങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ ആസിഡും ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരും. മാത്രമല്ല നമ്മൾ ഇതിൽ ഉപ്പും അതേപോലെ വിനാഗിരിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് തിളച്ചതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനുള്ള വെള്ളമാണ് ഞാനിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലും ആണ്. അതുമാത്രമല്ല നമ്മളിതിൽ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ നല്ലൊരു പതയും ഉണ്ടാവും ഈ ഒരു ലിക്വിഡിന് കേട്ടോ. ഇപ്പോൾ അതാ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലിക്വിഡ് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സാധാ കുഞ്ഞു ബോട്ടിലോ ഒന്ന് ആക്കി കൊടുക്കട്ടോ. അതിനുശേഷം നമ്മൾ ഇത് തറ തുടയ്ക്കുന്ന വെള്ളത്തിലും അതേപോലെ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്നതിലൊക്കെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്നൊന്ന് തുടച്ച് നോക്കൂ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. മാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതുമാത്രമല്ല നമ്മൾ കിച്ചണൊക്കെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തുടയ്ക്കുന്ന സമയത്ത്
കിച്ചണിൽ കാണുന്ന എല്ലാ പ്രാണികളെയെല്ലാം നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും. നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ഗ്യാസ് സ്റ്റൗ ആട്ടോ. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്കത് ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടിയാണ് നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെമണിൻ്റെ നല്ലൊരു സ്മെല്ല് നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഗ്യാസ് സ്റ്റോപ്പിൽ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം നാരങ്ങൻ്റെ തുണ്ട് വെച്ചിട്ടാണ് കേട്ടോ അത് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ത് പറ്റി പിടിച്ചിട്ടുള്ള കറകളായാലും അത് വേഗത്തിൽ തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിന് സ്ക്രാച്ച് ഒന്നും വീഴാനും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ അടുത്തത് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളാട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഡൈനിങ് ടേബിളിന് ഒരു ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. അതേപോലെ ഇറച്ചി മീനൊക്കെ കഴിക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഡൈനിങ് ടേബിളിൽ നല്ലൊരു സ്മെല്ല് കിട്ടാനും അതേപോലെ തന്നെ വേഗത്തിൽ ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു സ്പ്രേ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് ഈ ഒരു ലിക്വിഡ് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും. അതുമാത്രമല്ല നമ്മുടെ കണ്ണാടി ചില്ലുകൾക്കൊക്കെ നല്ലൊരു ക്ലീനായി കിട്ടും ചെയ്യും. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. റംസാനൊക്കെ ആയത് കൊണ്ടിട്ട് എന്തായാലും ലെമണിൻ്റെ തുണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇന്ന് കാണിച്ച വീഡിയോയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് നല്ല നല്ല ടിപ്സുകളൊക്കെ ഉണ്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.